പാരൻറ്റിങ്ങിൽ വളരെ വ്യത്യാസം ഉണ്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ജെൻ ഇസഡ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ കൗമാരപ്രായക്കാരുടെയും ഒരുപാട് വ്യത്യാസങ്ങളിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് വേണ്ടുന്ന അത്രയും കൂടുതൽ സപ്പോർട്ട് നൽകുവാൻ സമയം കുറയുന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ കുറവ് പലപ്പോഴും പാരൻറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് കോർത്തിണക്കാം എന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടത്ര സമയം ചെലവഴിക്കാൻ പരിരക്ഷ നൽകുവാനും പരമ്പരാഗതമായ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ പറ്റാതെ പോകുന്ന അവസ്ഥ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മുൻകാലങ്ങളിൽ ഈ മൾട്ടിപ്പിൾ പാരൻറ്റിങ് അല്ലെങ്കിൽ പല ജനറേഷനുള്ള ആൾക്കാർ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് പാരൻറ്റിങ് നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും അത് കൊച്ചു കുടുംബങ്ങളായി തീർന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരം പാരൻറ്റിങ് ഇന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള രണ്ടാമത്തെ ഒരു കുടുംബം കണ്ടുവരുന്നില്ല. അത് സാധ്യമല്ലാതായി തീർന്നിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ പാരൻറ്റിങ് നടക്കുന്ന സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ അച്ഛനും അമ്മയെക്കാളും മറ്റു കാര്യങ്ങളിൽ കഴിവോ സാഹചര്യങ്ങളോ സാധ്യതയുള്ള കുട്ടികളാണ്. എന്നെ പല കാര്യങ്ങളിലും അഡ്വൈസ് ചെയ്യുവാനോ ഗൈഡ് ചെയ്യുവാനോ സാധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ആ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡെമോക്രറ്റൈസേഷൻ, ജനാധിപത്യവൽക്കരണം, ഒരു ഷോൾഡർ ടു ഷോൾഡർ പാരൻറ്റിങ്ങിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആവശ്യകത വളരെ പ്രധാനം ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സമയം ഒരു പ്രധാന ഫാക്ടറാണ്. ക്വാളിറ്റി ടൈം. ഈ ക്വാണ്ടിറ്റി ടൈം എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയ ശേഷം വി ഹാവ് ടു ബ്രിങ് ഇൻ ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്നുള്ളത് വളരെ പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതെ, എത്രത്തോളം സമയം യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ എത്ര എഫക്റ്റീവായിട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്, നമ്മുടെ പെരുമാറ്റം എന്താണ്, അത്തരം കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയും പ്രശസ്തിയും. അത് എത്രത്തോളം ആ ഒരു ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എങ്ങനെ പേരൻസിന് അത് ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടാക്കി, അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ബി ഗുഡ് ഫ്രണ്ട്സ് ടു യുവർ ചിൽഡ്രൻ. കുട്ടികളോട് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരിക്കുക. പലപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും കുട്ടികൾക്ക് സ്വീകാര്യമാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയോട് വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ വെർബൽ ലാംഗ്വേജ് വളരെ നല്ല വാക്കാണെങ്കിലും ബോഡി ലാംഗ്വേജ്, എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അവന് സ്വീകാര്യമല്ലാതെ അവന് ഭയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംതിങ് വിച്ച് മേക്സ് ഹിം എ സ്ട്രേഞ്ചർ, ഒരു അപരിചിതത്വം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഐ മസ്റ്റ് കുറച്ച് കൂടുതൽ ഞാനും അയാളും തമ്മിൽ അടുപ്പം കാണുന്ന നിലയ്ക്കുള്ള പെരുമാറ്റം, എൻ്റെ ചെയ്തികളിൽ, എൻ്റെ കണ്ണുകളിൽ, എൻ്റെ എക്സ്പ്രഷനിൽ ഒക്കെ നമ്മൾ പൊതുവെ ബോഡി ലാംഗ്വേജ് എന്നുണ്ട്, അതിൽ തൊട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ട്രൈ ടു ക്രിയേറ്റ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ചിൽഡ്രൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പലപ്പോഴും നമുക്കറിയാം ഈ പല തലമുറകളുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷകളിലും വ്യത്യാസം. അപ്പോൾ ബാല്യത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ പ്രശ്നമാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വയലൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ ആയിക്കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയെ, അതിൻ്റെ ദൈക്ഷണികമായ വളർച്ചയെ, വൈകാരികമായ വളർച്ചയെ സാരമായി ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതെ ഡോക്ടർ, പഠനത്തിലേക്ക് വരുമ്പോൾ പേരൻറ്റിങ്ങും പഠനവും കുട്ടികളുടെ പഠനവും തമ്മിലുള്ള വളരെ ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ, രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, മിക്കവാറും രക്ഷകർത്താക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്കൊരു സമയബോധമില്ല, സമയച്ചിട്ടയില്ല, എപ്പോഴും പറയാറുണ്ട് അല്ലേ, പറയാറുണ്ട്. ഈ സമയച്ചിട്ട എവിടെ നിന്നുണ്ടാണ്? വീട്ടിൽ നിന്നുണ്ടാണ്. എന്തുകൊണ്ട് സമയച്ചിട്ട ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വീടുകൾ പരിശോധിക്കാമെങ്കിൽ വീട്ടിൽ ഒരു ക്ലോക്കല്ല. ഫോർ എക്സാമ്പിൾ, സോദീൻ്റെ വീട്ടിൽ പോലും ഞാൻ ചോദിച്ചു, എത്ര ക്ലോക്കുണ്ട്? 5 ക്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കും. 5 ക്ലോക്കുണ്ട്. വെരി ഗുഡ്. ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ഇപ്പോൾ വീടുകളിൽ 3 ക്ലോക്കെങ്കിലും ഉണ്ട്. ഒരു ക്ലോക്കിന് 4:30 മണിക്ക് അടിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി, മോർണിംഗ് അലാറം. മറ്റൊരു ക്ലോക്ക് അടിക്കുന്നത് മിക്കവാറും ഒരു 5:30 മണിക്കായിരിക്കും കുട്ടികൾക്ക് വേണ്ടി, വേറെ ക്ലോക്ക് അടിക്കുന്ന 7:30 മണിക്ക് അച്ഛന് വേണ്ടി. അപ്പോൾ ഈ വ്യക്തികൾ ഉണരുകയും വ്യക്തികൾ ഉറങ്ങുകയും ചെയ്യുന്നതിന് പകരം വീട് ഉണരുകയും വീട് ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളൊരു പാറ്റേൺ. ശമ്പളം കൂടുന്നു, ജോലി കൂടുന്നു. ശമ്പളം കുറഞ്ഞാൽ ജോലിയുടെ താല്പര്യം കുറയും. അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഒരു കുട്ടിയുമായിട്ട് ചിന്തിക്കുമ്പോൾ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് തരം മോട്ടിവേഷൻ എങ്ങനെ കുട്ടിക്ക് കൊടുക്കണം, ഐസ്ക്രീം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ കുട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് കോൾബർഗ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കുട്ടികളുടെ ഈ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ആദ്യകാലങ്ങളിലുള്ള മോറൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് 2 പ്രത്യേക ഡെവലപ്മെൻറ്റുകളാണ്. പക്ഷേ അത് നമുക്ക് യോജിപ്പിച്ച് കുട്ടികളോട് ഒന്നിച്ചു കൊണ്ടുപോകാം. അങ്ങനെ കാണുന്ന അവസരത്തിൽ കുട്ടികൾക്ക് ആദ്യകാലങ്ങളിൽ കൂടുതൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് ഇഷ്ടം. സ്വാതി പറഞ്ഞ പോലെ ഐസ്ക്രീമിൽ സന്തോഷിക്കുന്ന കുട്ടി, ഒരു ഉമ്മയിൽ സന്തോഷിക്കുന്ന കുട്ടി, ഒരു ക്ലാപ്പിൽ സന്തോഷിക്കുന്ന കുട്ടി, ഇങ്ങനെ പോകുന്നു. ബട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊരു പോസ്റ്റ് കൺവെൻഷണൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുന്ന അവസരത്തിൽ പിന്നെ ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വായിക്കുന്നതിൽ നിന്നും ഊറി വരുന്നൊരു സന്തോഷം.